ഹായോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജർമ്മനിയിലെ ജോബ് ഹണ്ടിങ് പ്രോസസ്സ് എങ്ങനെ ഈസി ആക്കാം എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ജർമ്മനിയുടെ കുറച്ച് ഡാർക്ക് റിയാലിറ്റീസിനെ കുറിച്ച് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വരുന്നവരാണെങ്കിലും ലൈക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് മാറി വരുന്നവരാണെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ജർമ്മനി എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ലാംഗ്വേജിന്റെ ഒരു ബാരിയർ കേട്ടിട്ടുണ്ടാവും. അത് എത്രത്തോളം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ വേർ യു ലീവ്. ഇപ്പോൾ ഫ്രാങ്ക്ഫൂർട്ട് ആണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഫ്രാങ്ക്ഫൂർട്ടിൽ ഓൾമോസ്റ്റ് കുറേ പേർക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാം. എന്നാൽ പോലും നിങ്ങൾ ജർമ്മനി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളെ അവർ ട്രീറ്റ് ചെയ്യുന്ന രീതി ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഇപ്പോൾ ഞാൻ ഒരു കടയിൽ ചെന്ന് ജർമ്മനി ചോദിക്കുമ്പോൾ അവർ എനിക്ക് തരുന്ന സർവീസും നിങ്ങൾ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് തരുന്ന സർവീസും ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാവരുടെ സൈഡിൽ നിന്നല്ല, ബട്ട് ഓൾമോസ്റ്റ് എല്ലായിടത്തും. പിന്നെ അത് ഈ ഫ്രാങ്ക്ഫർട്ടിലെ കാര്യം ഞാൻ പറഞ്ഞത്. പക്ഷേ വേറൊരു സിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ലോവർ സാക്സണി അങ്ങനെ സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ, വില്ലേജ് ഏരിയ അങ്ങനത്തെ ഏരിയകളിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാവരും തന്നെ ജർമ്മൻ ആയിരിക്കും. അവർ ജർമ്മൻ ലാംഗ്വേജിൽ ഭയങ്കര പ്രൗഡായിരിക്കും. അവർക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പോലും അവർ നിങ്ങളുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരുപാട് ഇന്ത്യൻസ് ഇവിടെയുണ്ട്. അതായത് നമുക്ക് ഒരു പാർട്ട് ടൈം ചെയ്യാനായിട്ടാണെങ്കിലും എന്ത് ചെയ്യാനായിട്ടാണെങ്കിലും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അൺസ്കിൽഡ് വർക്കിന് ആൾക്കാർ ഷോർട്ടേജ് അല്ല. അപ്പോൾ അവിടെ അവരൊരു ബാരിയർ വെക്കും, ലാംഗ്വേജ് എന്ന് പറയുന്ന ബാരിയർ. ഇപ്പം ഞാൻ 2024 വന്നപ്പോൾ എനിക്ക് ഒരു പാർട്ട് ടൈം, ഞാൻ നിന്നത് കിച്ചണിലെ വർക്കായിരുന്നു. അപ്പോൾ അതിന് ലാംഗ്വേജിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അന്ന്. പക്ഷെ ഇപ്പോൾ അതേ ജോലിക്ക് തന്നെ നമുക്ക് ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ബൂൽ എന്ന് പറഞ്ഞ കമ്പനി പാർട്ട് ടൈമിന് ആളെ എടുക്കണമെങ്കിൽ മിനിമം B1 ലെവൽ ജർമ്മൻ വേണം. അപ്പോൾ ലാംഗ്വേജിന്റെ റെസ്ട്രിക്ഷൻ നിങ്ങൾ എല്ലാവരും, ആ ഒരു ബാരിയർ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ട് വേണം വരാൻ. നിങ്ങളിപ്പോൾ IT-കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ ജോബ് ചോദിക്കുന്നിടത്ത് ഒരു 90% ഓഫ് ജോബിലും IT-കാർ അവൈലബിൾ ആയതുകൊണ്ട് അവരൊരു സ്ക്രീനിങ് പ്രോസസ്സിന് വെച്ചേക്കുന്നത് B1 B2 ലെവൽ ജർമ്മൻ ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഉറപ്പായും B1 B1 വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചിട്ട് വരാം. പഠിച്ച് ഗോയിറ്റയുടെ എക്സാം എഴുതിയിട്ട് വന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾ B1 പഠിക്കുക, B1 ലെവലിൽ നിങ്ങൾ സംസാരിക്കാൻ ആവുക. കാരണം നിങ്ങൾക്ക് ഒരു ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ പാർട്ട് ടൈമും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് ബിൽഡ് ചെയ്യാനായിട്ട് ഇച്ചിരി ഈസി ആയിരിക്കും. കാരണം ഇവിടെ ഒരു ലാംഗ്വേജ് ക്ലാസ്സിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ തന്നെ ആ ലാംഗ്വേജ് ക്ലാസ്സും ജർമ്മനി തന്നെ ആയിരിക്കും. അതായത് നിങ്ങളെ ജർമ്മൻ പഠിപ്പിക്കുന്ന ജർമ്മനിലായിരിക്കും. അപ്പോൾ നിങ്ങൾ A1 പഠിച്ച് തുടങ്ങി A1.1 A1.2 എത്തുമ്പോഴായിരിക്കും A1ന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങുന്നത്. സോ ലാംഗ്വേജ് ഒരു B1 ലെവലെങ്കിലും ആക്കിയിട്ട് തന്നെ വരിക. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ പെട്ടുപോകും. കാരണം നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഷോമണി കാണിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഡെപ്പോസിറ്റ് വെച്ചിട്ട് നിങ്ങൾ ഒരു വർഷത്തോളം പിടിച്ചിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ പെടും. സോ ലാംഗ്വേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇറ്റ് കംസ് ടു ജർമ്മനി. ജർമ്മനിയിൽ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരിക്കും. ദ വേ അതേഴ്സ് ട്രീറ്റ് അസ് ഇറ്റ്സ് ഓൾസോ ഡിഫറെൻറ്റ്. ഇവിടുത്തെ ഒരു ബ്യൂറോക്രസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഒരു സ്ലോ പ്രോസസ്സാണ്. ഇപ്പോൾ ഓഫീസിലെ കാര്യങ്ങളാണെങ്കിലും നിങ്ങളിപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ പഞ്ചായത്തിൽ ചെന്ന ഒരു കാര്യം ചെയ്യണം, അവരവിടെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ അതിന് മുമ്പ് മിക്ക സ്റ്റേറ്റുകളിലും നമ്മൾ, അല്ലെങ്കിൽ മിക്ക സിറ്റികളിലും നമ്മൾ മുൻകൂറായിട്ട് ടേമിന് എടുക്കണം. ചിലപ്പോൾ ചില ബിസി ആയിട്ടുള്ള സിറ്റി ആണെങ്കിൽ, ഇപ്പോൾ ഫ്രാങ്ക്ഫർട്ട് പോലത്തെ സിറ്റി ആണെങ്കിൽ നിങ്ങൾ ടേമിന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1, 2, 3 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഒരു ടേമിൻ കിട്ടുന്നത്. അതായത് ഒരു അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യാൻ വരെ നിങ്ങൾക്ക് ടേമിൻ എടുത്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകണോ, മുടി വെട്ടണോ, എന്തിനും എവറിത്തിങ് ഇസ് ബേസ്ഡ് ഓൺ ടേമിൻ. നിങ്ങൾ അപ്പോയിന്റ്മെന്റ്സ് എടുക്കണം. ഒരാളെ മീറ്റ് ചെയ്യണമെങ്കിൽ വരെ, ഇപ്പോൾ നിങ്ങളുടെ ഒരു ജർമ്മൻ ഫ്രണ്ടോ അല്ലെങ്കിൽ വേറെ ഒരാളെ മീറ്റ് ചെയ്യണമെങ്കിൽ വരെ ടേമിൻ എടുത്തിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ വളരെ സ്ലോ ആണ്. എല്ലാം ലെറ്റർ വഴിയാണ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മുടെ നാട്ടിൽ മെയിൽ അയക്കുന്ന പോലെ പോലും ഇവിടെ ഡിജിറ്റലൈസ് ആയിട്ടുണ്ട്. പക്ഷെ ഇവർ ആ ഒരു പഴയ ഒരു ട്രഡീഷൻ അവർ ഫോളോ ചെയ്ത് പോവാണ്. നമുക്ക് എന്ത് സാധനമാണെങ്കിലും നമ്മളിപ്പോൾ ഒരു സിറ്റിയിലേക്ക് വന്നാൽ നമുക്ക് അഡ്രസ്സ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇത് വരുന്നത് ലെറ്റർ ആയിട്ടായിരിക്കും. ദേ കൺസിഡർ ലെറ്റർ അസ് മോർ, എന്താ പറയുക, പ്രൈവസീനെയും കാര്യങ്ങളെയൊക്കെ ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ലെറ്റർ ഇവർ ഉപയോഗിക്കുന്നതാണെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് പലപ്പോഴും ഇതൊരു ബേർഡൻ ആയിട്ട് തോന്നാറുണ്ട്. ഈ ഒരു ബ്യൂറോക്രസി എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഒരു ബേർഡൻ ആയിട്ട് തോന്നാറുണ്ട്, ഭയങ്കര സ്ലോ ആയതുകൊണ്ട്. ഈ ബ്യൂറോക്രസി ഗവൺമെന്റിന്റെ സിസ്റ്റത്തിൽ മാത്രമല്ല, ഈവൻ ജോലികളിലും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ജർമ്മൻ കമ്പനിയിൽ നിങ്ങൾക്കൊരു ജോബ് ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ വരാനായിട്ട് 3-4 ആഴ്ച എടുക്കും. അതിന്റെ ഒരു ഇന്റർവ്യൂ വിളിക്കാനായിട്ട് 3-4 ആഴ്ച എടുക്കും. നിങ്ങളെ റിജക്ട് ചെയ്തു എന്ന് പറയാനായിട്ട് ഏകദേശം 2 മാസം എടുക്കും. അതായത് നിങ്ങളുടെ ഏകദേശം 3-4 മാസം പോകും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്ത് ആ സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനത്തെ ഒരു പീരീഡിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു 3-4 മാസം എടുക്കും. സോ ഈ ബ്യൂറോക്രസി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ റേസിസം എന്തോരം ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു റേസിസം ഉണ്ടെന്ന് അറിയില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു റേസിസം ഇതുവരെ ഞാൻ എഫക്ട് ചെയ്തിട്ടില്ല. പക്ഷെ ജർമ്മനിയിലെ റേസിസം എന്ന് പറഞ്ഞാൽ ഇവര് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇന്ത്യയിലാണ്, നിങ്ങൾ ഇങ്ങനെ മാറിപ്പോകും അങ്ങനെ പറയാനുള്ളത് വളരെ റയർ ആയിട്ടുള്ള കേസുള്ളൂ. അത് അത്രയും എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഒരു 20% ഓഫ് ആൾക്കാർ നമ്മളിൽ ഈ ഒരു റേസിസം കൊണ്ടുവരുന്നത് പാസീവായിട്ടാണ്. പാസീവായിട്ട് മീൻസ് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ചെല്ലുന്നു.
ഓക്കെ, നിങ്ങൾ റെസ്റ്റോറൻറ്റ് ചെല്ലുന്നു, നിങ്ങളൊരു ജർമ്മൻ റെസ്റ്റോറൻറ്റിലാണ് ചെല്ലുന്നത്. അപ്പൊ നിങ്ങളെ ഹൗ ദേ ട്രീറ്റ് യു, ലൈക്ക് അതൊരു ജർമ്മൻ ആണെങ്കിൽ ഹൗ ദേ ഗിവ് യു ദ സർവീസ് ഇസ് ഡിഫറെന്റ്. അത് ആണ് പാസീവ് ആയിട്ടുള്ള റേസിസം. പക്ഷെ നമുക്ക് അത് അവിടെ നമുക്ക് വേണമെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാം, പക്ഷെ അത് നമുക്ക് തന്നെ മനസ്സിലാവില്ല, പലർക്കും മനസ്സിലാവില്ല. 90% ആൾക്കാർക്കും മനസ്സിലാവില്ല അതായത് ഇവര് റേസിസം തന്നെയാണോ നമ്മുടെ അടുത്ത് കാണിച്ചെന്നുള്ളത്. അത് ഒരു ഡിഫറൻസ് ആണ്. സോ പാസീവ് റേസിസം എക്സിസ്റ്റ് ചെയ്യുക, അത് പലരും ഫേസ് ചെയ്യേണ്ട വരും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഷോപ്പിൽ ചെന്ന് ഒരു സാധനം മേടിക്കുമ്പോഴാണെങ്കിലും ചിലപ്പോൾ അവർ നിങ്ങൾക്ക് അത്ര വാല്യൂ കൊടുക്കില്ല, നിങ്ങൾ അങ്ങനെ ഇത് ചെയ്യില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നതും ഒരു ജർമ്മൻ സംസാരിക്കുന്നതും അവർ എടുക്കുന്ന രീതി വ്യത്യാസമായിരിക്കാം. ജർമ്മൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവർ ഇച്ചിരി സീരിയസ് ആയിട്ട് ഇത് ചെയ്യും. പക്ഷേ ഈ സംഭവം മാറും. എങ്ങനെയാണെന്ന് അറിയാം, ഇവർ വൺസ് നമ്മളെ ജർമ്മൻസ് ആയിട്ട് ഫ്രണ്ട്സ് ആവാനായിട്ട് ചില ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് ഒരിക്കലും നമ്മളെ അടുപ്പിക്കാറില്ല. പക്ഷെ എനിക്ക് ജർമ്മൻ ഫ്രണ്ട്സ് 2 പേരേ ഉള്ളൂ. ഇത്ര ഞാൻ 1.5 വർഷമായിട്ട് എനിക്ക് 2 ഫ്രണ്ട്സേ ഉള്ളൂ. ലൈക്ക് നമ്മളെ പുറത്തു പോകാൻ വിളിക്കാനും ഇടയ്ക്ക് നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് ലൈക്ക് അങ്ങോട്ട് ചെല്ലാൻ പറയാനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ടു ബിൽഡ് ട്രസ്റ്റ് ഇൻ ദം. പക്ഷെ അവർ വൺസ് ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ്. അത് ലാംഗ്വേജും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്കിപ്പോൾ ജർമ്മൻ അറിയാം, നമ്മൾ അവരുടെ രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പാസീവ് ആയിട്ടുള്ള റേസിസം ഒരു പരിധി വരെ ഉണ്ടാവും. കാരണം അവരുടെ ആളെന്ന് തോന്നുകയെന്നല്ല, പക്ഷെ അവർക്ക് ഒരു ഇതിനും ബുദ്ധിമുട്ടില്ല. അവരുടെ ആ ഒരു വേ ഓഫ് ലൈഫിന് നമ്മളൊരു ബുദ്ധിമുട്ടല്ല, നമ്മളൊരു നമ്മളൊരു പ്രശ്നക്കാരനല്ല എന്നുള്ളത് തോന്നല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ എക്സ്പീരിയൻസ് എന്നല്ല, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. എൻ്റെ അവിടെ ഒരു ട്രെയിനിങ്ങിന് എൻ്റെ ജോബ് സ്ഥലത്തെ ട്രെയിനിങ് തന്നെ ഒരു ജർമ്മനാണ്. അപ്പോൾ ലൈക്ക് മിക്കവരും ഞങ്ങളുടെ യൂസ് കമ്പനി ആയതുകൊണ്ട് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ആണ്. അപ്പോൾ അവർക്ക് തോന്നി ഇത് ലൈക്ക് ഇത് ഇംഗ്ലീഷിൽ എടുക്കേണ്ട വരുമല്ലോ, ഇങ്ങനെ ലൈക്ക് അവർക്കൊരു ഭയം പോലെ തോന്നി. അതായത് ഈ വേറെ ലാംഗ്വേജ് ഇമ്പോസ് ചെയ്ത് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ആധിപത്യം ഉണ്ടാവുമോ, അവരുടെ ജർമ്മൻ ലാംഗ്വേജ് താഴെ പോവോ, ലൈക്ക് അങ്ങനത്തെ ഒരു പേടി ഇവരിൽ പലരിലും ഉണ്ട്. അതും ഞാൻ വിറ്റ്നസ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ അവരുടെ ഒരു കൺട്രിയിൽ ഇവരുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ജീവിക്കാൻ വന്നതാണ്. അപ്പോൾ ലൈക്ക് അവരുടെ ലാംഗ്വേജിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, ലാംഗ്വേജ് പഠിക്കണം, ജർമ്മൻ പഠിക്കണം. ജർമ്മൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എഗെയിൻസ്റ്റ് കംസ് ബാക്ക് ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി ലാംഗ്വേജ്. പിന്നെ ഒരു അടുത്ത പോയിന്റ് പറയുകയാണെങ്കിൽ ഇവിടെ ലൈക്ക് നൈറ്റ് ലൈഫ് നിങ്ങൾക്ക് എത്രത്തോളം നാട്ടിലെ പോലെ കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ മിക്ക ദിവസങ്ങളിലും ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാ കടകളും അടച്ച് എല്ലാവരും വീട്ടിൽ പോകും. പിന്നെ ഞായറാഴ്ച ആണെങ്കിൽ ഓപ്പൺ ചെയ്യില്ല. ലൈക്ക് മിക്ക കടകളും ഓപ്പൺ ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ അടുത്തുള്ളത് അല്ലെങ്കിൽ എയർപോർട്ടിന്റെ അടുത്തുള്ള കടകളൊക്കെ മാത്രമാണ് തുറക്കാറുള്ളൂ ഞായറാഴ്ച. പൊതുവെ ഇവര് ഒരു റെസ്റ്റ് ഡേ പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു കണക്കിൽ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിൽ ജീവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഞായറാഴ്ച ആയി ഇനിയിപ്പോൾ ലൈക്ക് ഷോപ്പിങ്ങിന് പോകണം. ഇത് ഒരു കണക്കിൽ പറയാൻ നല്ലതാണ്. കാരണം ശനിയാഴ്ച നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഞായറാഴ്ചയായിട്ട് വെക്കുക. ഞായറാഴ്ച നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ ടെൻഷൻ, പിന്നെ തിങ്കളാഴ്ച നമുക്ക് ജോലിക്ക് പോകണം. അപ്പൊ നമുക്ക് ആ ഒരു റെസ്റ്റ് കിട്ടില്ല. നമ്മൾ ഈ ഒരു കൾച്ചറിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതായിരിക്കും ബെറ്റർ എന്ന് നമുക്ക് തോന്നും. കാരണം എന്ന് വെച്ചാൽ ശനിയാഴ്ച നമ്മൾ നേരത്തെ ഞായറാഴ്ചത്തേക്കുള്ളതും തിങ്കളാഴ്ചത്തേക്കുള്ളതും മേടിച്ച് വയ്ക്കും. പിന്നെ ഞായറാഴ്ച നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് ഞായറാഴ്ച ഫ്രണ്ട്സിന്റെ ഒപ്പം സ്പെൻഡ് ചെയ്യാം, ഫാമിലിയുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാം, അങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയി അത് ചെയ്യാം. ഈവൻ വാക്വം ക്ലീനർ യൂസ് ചെയ്യാൻ പോലും ഞായറാഴ്ച പറ്റില്ല. കാരണം ജർമ്മൻസിന്റെ ഒപ്പാണെന്ന് ലൈക്ക് നമ്മുടെ താഴത്തെ ഫ്ലോറിലോ മേളത്തെ ഫ്ലോറിലോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലോ ജർമ്മൻസ് ആണെങ്കിൽ നമുക്ക് വാക്വം ക്ലീനർ പോലും ഈ ഞായറാഴ്ച യൂസ് ചെയ്യണത് ചില സ്ഥലത്ത് പ്രശ്നമാണ്. വാക്വം ക്ലീനർ, വാഷിംഗ് മെഷീൻ, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ പണികളൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ സാറ്റർഡേ ചെയ്ത് വെക്കുക. പിന്നെ വിത്തിൻ 10 മണിക്കുള്ളിൽ 10 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും നല്ലത്. അപ്പോൾ ഞായറാഴ്ച ഫുൾ ഇങ്ങനെയാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ 10-11 മണി വരെ ഒന്നും പ്രശ്നം ഉണ്ടാവാറില്ല. ഓക്കെ, പിന്നെ അടുത്തൊരു പോയിന്റ് പറയുകയാണെങ്കിൽ വെതറാണ്. വെതർ ഇവിടെ ഈ കാനഡയെ പോലെ അത്ര എക്സ്ട്രീം ആയിട്ടുള്ള വെതറില്ല. അത്ര മൈനസിലേക്ക് പോകില്ല. -8, -10 വരെയൊക്കെ മാക്സിമം വരും. മഞ്ഞാണെങ്കിലും നിങ്ങൾ എപ്പോഴും മഞ്ഞ് കാണുന്നില്ല. ലൈക്ക് ഒരു വിന്ററിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5-8 ദിവസമൊക്കെ. ഞാൻ പറഞ്ഞത് ഈ ഒരു നോർമൽ പ്ലേസസിലാണ്, ഫ്രാങ്ക്ഫർട്ട് അങ്ങനത്തെ സ്ഥലങ്ങളിലാണ്. ചിലപ്പോൾ സൗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ മഞ്ഞുണ്ടാവും. പക്ഷേ ഇവിടെ ഒരു കാലാവസ്ഥ അങ്ങനെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വരുന്നതാണ് വിന്റർ ഡിപ്രഷൻ. ലൈക്ക് ഏകദേശം ഒരു 4:30, ഈ ഒരു വിന്റർ ടൈമിൽ ഏകദേശം 4:30 ആകുമ്പോഴേക്കും ഇരുട്ടാവും. 4:30, 3:30 ഒരു ടൈം എക്സ്ട്രീം വിന്റർ ആവുന്ന സമയത്ത് അത്ര സമയം നമുക്ക് ഇരുട്ടാവും. അപ്പോൾ സൺലൈറ്റിൻ്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ മൂഡിനെയും ഒക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ വിറ്റാമിൻ ഡി പ്രോപ്പറായിട്ട് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ അവിടുത്തെ വെതർ ഫാർ ബെറ്റർ ആണെന്നാണ് പറയാനുള്ളത് എനിക്ക്. ഇവിടുത്തെ വെതർ അത്ര നല്ലതല്ല. പിന്നെ മഴയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ മഴ പെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും പെയ്യില്ല. ലൈക്ക് പെയ്യോ ഇല്ല, ലൈക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കിടന്ന് ചാറിക്കൊണ്ടിരിക്കും. നമുക്ക് തന്നെ ദേഷ്യം വരുന്നു, പെയ്ത് തീർന്നിരുന്നെങ്കിൽ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടുത്തെ വെതർ അത്ര നല്ല വെതറല്ല. ലൈക്ക് സമ്മർ ഈസ് ഓക്കെ. സമ്മറിൽ പിന്നെ നമുക്ക് മഴ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വെതറിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ ഇവിടെ കാര്യം ട്യൂഷൻ ഫീസ് ഇല്ല.
എന്നുള്ളത് ശരിയാണ്. ലൈക്ക് യൂണിവേഴ്സിറ്റി മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും ഒക്കെ പഠിക്കാൻ ടെക്നിക്കൽ ഫീൽഡുകാർക്കാണെങ്കിലും അല്ലെങ്കിൽ മെഡിസിൻ ഫീൽഡുകാർക്കാണെങ്കിലും ട്യൂഷൻ ഫീസ് ഇല്ല. പക്ഷേ ഇവിടെ ബാക്കിയുള്ള ചിലവുകൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് 3 വർഷത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. ലിവിങ് കോസ്റ്റ് ഭയങ്കരമായിട്ട് ഹൈ ആയിട്ടുണ്ട്. ലിവിങ് കോസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് ഇന്ത്യൻസ് വരുന്നു, ലൈക്ക് ഒരുപാട് ഔട്ട്ലാൻഡേഴ്സ് വരുന്നു, ഫോറിനേഴ്സ് ഒരുപാട് പേര് വരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ അപ്പാർട്ട്മെന്റ്സ്, നമ്മുടെ ഹൗസിംഗ് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വന്നേക്കാണ്. കാരണം ഹൗസിംഗ് പ്രോപ്പറായിട്ടുള്ള ഹൗസിംഗ് കിട്ടുന്നില്ല, ഹൗസിംഗ് സ്കാമുകൾ ഒരുപാട് നടക്കുന്നു. നമ്മളൊരു 600 യൂറോ പെർ മന്ത് ഒരു 2 വർഷം മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ആ സെയിം സാധനം 800 യൂറോയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതായത് ഹൗസിങ്ങിന്റെ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിയേക്കുക. കാരണം ഡിമാൻഡ് കൂടും, അതിനനുസരിച്ചുള്ള സപ്ലൈ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രൈസ് കൂടും അല്ലേ, ഓട്ടോമാറ്റിക് പ്രൈസ് കൂടും. അതാണ് ഇപ്പോൾ ഇവിടുത്തെ ജർമ്മനിയിലെ കറന്റ് സിറ്റുവേഷൻ. ജർമ്മനിയിൽ മാത്രമല്ല, മിക്ക യൂറോപ്യൻ കൺട്രീസിലും നെതർലൻഡ്സിലും എല്ലാത്തിലും ഈ ഒരു ഹൗസിങ്ങിന്റെ ഒരു പ്രശ്നം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഹൗസിംഗ് എന്ന് പറഞ്ഞൊരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആദ്യം ഒരു സ്കാമിൽ പെട്ടതാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടാനില്ലായിട്ട് ഹാനോവറിൽ തന്നെ ഒരു സ്ഥലത്ത് പോയി അവരെൻ്റെ കുറച്ച് പൈസ കൊണ്ടുപോയി. ലൈക്ക് ഇപ്പം അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൗസിംഗ് ലിവിങ് കോസ്റ്റ് ഈസ് റിയലി ഹൈ നൗ ഡേയ്സ്. അപ്പോൾ അതൊരു കാര്യമാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാവരും റൂൾസ്, ജർമ്മൻസ് എക്സ്പെഷ്യലി റൂൾസ് കാര്യങ്ങളൊക്കെ അനുസരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് എല്ലാം ഒരു ഷോർട്ട് കട്ട് ഇല്ല, എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ പഞ്ച്വാലിറ്റിയുടെ കാര്യത്തിൽ അവർ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളോട് ഒരു 9 AM നിങ്ങളുടെ ടേമിൽ എന്ന് പറഞ്ഞാൽ യു ഷുഡ് ബി ദർ അറ്റ്ലീസ്റ്റ് 8:50. കാരണം അവർ ടൈമിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. പഞ്ച്വാലിറ്റി നിങ്ങൾ ജർമ്മനിക്ക് വരുവാണോ നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, നമ്മൾ 9 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:30 ആയാലും എത്തില്ലാത്ത ആൾക്കാരാണ് നമ്മളിൽ പലരും. അപ്പോൾ പക്ഷേ ഇവിടെ വെൻ ഇറ്റ് കംസ് ടു ജർമ്മനി ലൈക്ക് യു ഷുഡ് ബി പഞ്ച്വാലിറ്റിക്ക് ഇവർ അതിൻ്റെതായ വാല്യൂ കൊടുക്കുന്നുണ്ട്. പിന്നെ റോഡ് റൂൾസ് പ്രോപ്പറായിട്ട് അനുസരിക്കുക. റാഷ് ആയിട്ടുള്ള ഡ്രൈവിങ്ങോ അല്ലെങ്കിൽ സിവിക് സെൻസ് ഇല്ലാത്ത പരിപാടികളോ ഇവിടെ വന്നിട്ട് ചെയ്യരുത് പ്രോപ്പർ. കാരണം അതൊക്കെ ഇവർ വാല്യുവേറ്റ് ചെയ്ത് നമ്മുടെ ലൈക്ക് ഔട്ട്ലാൻഡേഴ്സ് ഇങ്ങനെയാണെന്നുള്ളൊരു തോട്ട്, പ്രത്യേകിച്ച് ഇന്ത്യൻസിന് ഇങ്ങനത്തെ ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. പ്രോപ്പർ സിവിക് സെൻസിൽ പെരുമാറുക, റൂൾസ് അനുസരിക്കുക, പ്രോപ്പറായിട്ട് നല്ലൊരു ലൈഫ് ഇവിടെ ലീഡ് ചെയ്യുക. പുതിയ ആൾക്കാർക്ക് വരുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും, ഭയങ്കര കാര്യങ്ങളായിരിക്കും. അത് ലൈക്ക് ടേക്ക് ഇറ്റ് സ്ലോ, ഒബേ ദ റൂൾസ്, പയ്യെ ബിൽഡ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ലൈക്ക് ഒരു മിത്തുണ്ട്, എല്ലാവരും ഈ കാനഡയ്ക്കും എല്ലാം പോണ പോലെ ലൈക്ക് ഏജൻസി വഴിയാണ് ഇങ്ങോട്ട് വരുന്നത്. ഏജൻസിയുടെ ഒരു ആവശ്യമില്ല നമുക്ക് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ എല്ലാം ഗൈഡഡ് പ്രോസസ്സാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഏജൻസി വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു സംഭവമില്ല. എല്ലാം പ്രോപ്പറായിട്ട് ഇവിടെ മാസ്റ്റേഴ്സിന് വന്നവർക്കാണെങ്കിൽ എല്ലാം ആണെങ്കിൽ കോളേജിന് പെർമിഷൻ ഉണ്ട്. നിങ്ങൾക്ക് കോളേജിന് ലൈക്ക് ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് ഈ അഡ്മിഷൻസിന് വേണ്ടിയിട്ട് തന്നെ. അവരുമായിട്ട് ഡയറക്റ്റ് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക, അവരെല്ലാ രീതിയിലുള്ള ഹെൽപ്പും ചെയ്യും. എനിക്ക് ഇങ്ങോട്ട് വന്നതിന് ആകെ ആയത് ലൈക്ക് 1,25,000 രൂപ പ്ലസ് ഷോ മണിയാണ്. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു എമൗണ്ട് ഉള്ളൂ. ഒരു ഏജൻസിയുടെ അടുത്ത് നിന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു 4-5 ലക്ഷം രൂപയെങ്കിലും ഈ ഒരു പരിപാടിക്ക് മേടിക്കും. ദയവ് ചെയ്ത് ഏജൻസി ഇത് പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്ത് തന്നെ വരിക. നിങ്ങളുടെ ഏതാണോ കോഴ്സ് അത് റിസർച്ച് ചെയ്ത് തന്നെ വരിക. അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് പേരെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പേ വിസയിൽ വന്നിട്ട് ലൈക്ക് ഒരു ഫാമിലിയിൽ പെട്ടുപോയൊരു പയ്യൻ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സ്കാമിലും ഇതുപോലത്തെ ഏജൻസി ട്രാപ്പിലും ചെന്ന് വീഴാണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇവിടെ കഷ്ടപ്പെടാനാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് മുമ്പ് നിങ്ങൾക്ക് ഇച്ചിരി ഈസി ആക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്ത് ആ വഴിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി പൈസയും ലാഭിക്കാം. നിങ്ങൾ ഇച്ചിരി നിങ്ങളെ തന്നെ ഇങ്ങോട്ട് ഉള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണ്. ഇവിടെ ലൈഫ് അതാണ്. നിങ്ങളെല്ലാം റിസർച്ച് ചെയ്ത് ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എല്ലാം തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഏജൻസിയുടെ ട്രാപ്പിൽ പോകാണ്ടിരിക്കുക. എല്ലാം വെൽ ഡിഫൈൻഡ് ആണ് ഇവിടെ. എന്തെങ്കിലും ഈ അഡ്മിഷൻ റിലേറ്റഡൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. ഡൗട്ട് ജസ്റ്റ് കമൻ്റ് ആയിട്ട് ഇടുവോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുകയോ ചെയ്തോ. അത് എനിക്ക് പറ്റുന്ന രീതിയിൽ ലൈക്ക് എനിക്ക് മാസ്റ്റേഴ്സും ടെക്നിക്കൽ ഫീൽഡ് റിലേറ്റഡ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അറിയാം. എനിക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ച് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഏജൻസി ട്രാപ്പിൽ ചെന്ന് പെടാതിരിക്കുക. ഇവിടെ ലാംഗ്വേജ് ബാരിയർ ഉണ്ട്, ഇവിടെ ഹൗസിംഗ് ക്രൈസിസ് ഉണ്ട്, ഇവിടെ ഹൈ ലിവിങ് കോസ്റ്റ് ഉണ്ട്, ഇവിടെ പാസീവായിട്ടുള്ള രീതിയിൽ റേസിസം ഉണ്ട്, ഇവിടെ വെതർ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാൻ ലൈക്ക് എല്ലാവരും എത്ര നെഗറ്റീവ് പറയണത്. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത് ഒരു ഹാർഷ് റിയാലിറ്റിയാണ്. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് PR തരുന്ന വേറൊരു കൺട്രി ഇല്ല. നിങ്ങൾ പ്രോപ്പർലി സ്കിൽഡ് ആണെങ്കിൽ നിങ്ങളെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ കിട്ടും. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് വേയിൽ നിങ്ങൾക്ക് PR കിട്ടും. 21 മാസത്തിൽ PR ഒക്കെ വേറെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ ഒരു കൺട്രിയും തരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ട്യൂഷൻ ഫീസാണ്. ലൈക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ സ്ലോ ആയിട്ടായിരിക്കും ഗ്രോത്ത്. ഇപ്പോൾ ദുബായിലൊക്കെ എന്ന് പറയുമ്പോൾ ഇച്ചിരി ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഗ്രോത്ത് ആയിരിക്കും. പക്ഷേ ഇവിടെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള രീതിയിലായിരിക്കും. ആദ്യം നിങ്ങളുടെ സാലറി അത്ര ഹൈ ആയിരിക്കില്ല. പിന്നെ പയ്യെ കൂടും.
അങ്ങനെ ലൈക്ക് നമുക്ക് സ്റ്റേബിൾ ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ ഇവിടെ ഉണ്ടാക്കി വെക്കാൻ പറ്റും. നമ്മൾ ഇച്ചിരി ജോബ്സ് സെക്യൂർ ആണ്. നമ്മളുടെ റെസിഡൻസി ജോബായിട്ട് റിലേറ്റഡ് അല്ല. ഇപ്പോൾ ദുബായിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ലൈക്ക് നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ ഒപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള PR റൂട്ട് ഉണ്ട്. PR ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി പോയാലും നിങ്ങൾക്ക് വേറെ ജോലി അന്വേഷിക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുർഡ് ആണ്. നിങ്ങളുടെ പിള്ളേരുടെ എഡ്യൂക്കേഷൻ ലൈക്ക് ഫ്രീ ആണ്. കിൻഡർ ഗാർഡൻ മുതൽ ഫ്രീ ആണ്. നിങ്ങൾക്ക് കിൻഡർ ഗൾഡ് കിട്ടും. കിൻഡർ ഗൾഡ് എന്ന് പറഞ്ഞാൽ ലൈക്ക് പിള്ളേർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ്. ലൈക്ക് അവർക്ക് ടോയ്സ് മേടിക്കാൻ, അവർക്ക് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം ഈ നെഗറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എന്നല്ല, നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ്, അത് കുറച്ച് ഫാക്ട്സ് അത് അറിഞ്ഞിട്ട് വേണം ഇതിലേക്ക് വരിക. അപ്പോൾ എക്സ്പെക്ടേഷനും റിയാലിറ്റിയും തമ്മിൽ